ഹലോ എവറി വൺ, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ചാർജ്. വാട്ട് മീൻ ബൈ ചാർജ്? ചാർജ് ഈസ് എ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ. എനിത്തിങ് വിച്ച് ഓക്യുപ്പൈസ് ഇൻ സ്പേസ് എന്ന് വിളിക്കുന്ന പേരാണല്ലോ മാറ്റർ. സോ മാറ്ററിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ് ചാർജ്. ചാർജിന്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, അഡീഷൻ ഓഫ് ചാർജസ്. ഒരു സിസ്റ്റത്തിൽ കുറേ ചാർജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു സിസ്റ്റത്തിൽ കുറേ ചാർജുകൾ ഉണ്ട്. അവിടെയുള്ള ചാർജുകൾ 2 കൂളോം, 3 കൂളോം, 4 കൂളോം, -1 കൂളോം എന്ന് എങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഓരോ ചാർജുകളും എടുത്ത് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ ഹിയർ 2 - 1 1 ആയിരിക്കും, 1ഉം 3ഉം 4 ആയിരിക്കും, 4ഉം 4ഉം 8 കൂളോം ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ചാർജ്. സോ ദാറ്റ്സ് കോൾഡ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എല്ലാ ചാർജുകളും എടുത്ത് ആഡ് ചെയ്യുക. ദെൻ അഡീഷൻ ഓഫ് ചാർജിൽ നമ്മൾ പറയുന്ന നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. സോ ഫസ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന പോയിന്റ്, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളോം ആണ്, ചാർജിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ AT ആണ്. ചാർജിന്റെ ഡയമെൻഷൻ AT ആണ്, യൂണിറ്റ് കൂളോം ആണെന്നുള്ള കാര്യം മക്കളുടെ മനസ്സിലേക്ക് ഓടി വരണം. ദെൻ അഡീഷൻ ഓഫ് ചാർജസ്, അതിൽ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ബേസിക് എമൗണ്ട് ഓഫ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് E, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. Q is equal to NE, പ്ലസ് ഓർ മൈനസ് NE. നമുക്കറിയാം പോസിറ്റീവ് ചാർജും ഉണ്ടാവും, നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഈ പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് ഒരു ബോഡിക്ക് കിട്ടുക? ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിനെ വാങ്ങുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ മാസ് കുറയും ചെയ്യും. ദാറ്റ് മീൻസ് വിട്ടു കൊടുക്കുന്ന ആൾക്ക് മാസ് കുറയും, ഇലക്ട്രോൺസിനെ വാങ്ങുന്ന ആളുകൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, അതിന് മാസ് കൂടും എന്നുള്ളൊരു കമ്പാരിസൺ നിങ്ങളെ മനസ്സിലേക്ക് വരണം. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 9.1 × 10⁻³ കിലോഗ്രാം. ദെൻ Q is equal to NE, where N is an integer. 1, 2, 3 എന്നുള്ള ഓർഡറിലായിരിക്കണം. E എന്ന് പറഞ്ഞാൽ 1.6 × 10⁻19 കൂളം. ഏറ്റവും ബേസിക് എമൗണ്ട് ഓഫ് ചാർജിന് ഏറ്റവും ബേസിക് വാല്യൂ ആണത് 1.6 × 10⁻19 കൂളം. അത് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് സെയിം ആണ് ഇൻ മാഗ്നിറ്റ്യൂഡ് വൈസ്. ദെൻ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്, അതായത് ഞാനൊരു ഐഡന്റിക്കൽ ഷേപ്പുള്ള രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യുന്നു. ഇത് A ആൻഡ് ദിസ് ഇസ് B. ഇതിലെ ചാർജ് 4 കൂളം, ഇതിലെ ചാർജ് 2 കൂളം ആണെന്ന് വിചാരിക്കൂ. ഞാൻ പറയാണ് ഈ രണ്ട് ബോഡികൾ തമ്മിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? രണ്ട് ബോഡികൾ തമ്മിൽ ടച്ച് ചെയ്യുന്നു. ആഫ്റ്റർ ടച്ചിങ്, ഈ രണ്ട് ബോഡികൾ ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 4 + 2 6 കൂളം ആയിരിക്കും. ഈ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് 6 കൂളം ആയിരിക്കും. ദെൻ ടച്ച് ചെയ്തതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും മക്കളെ? ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ടോട്ടൽ ചാർജ് 6 കൂളോം ആയിരുന്നു, സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈക്വലി ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ 3 കൂളോം വരും, ഇവിടെയും 3 കൂളോം വരും എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് കോൾഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. എപ്പോഴും മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഐഡന്റിക്കൽ ബോഡീസ് ആവുന്ന സമയത്ത് മാത്രമേ. എപ്പോഴും മക്കളെ? ഐഡന്റിക്കൽ ബോഡീസ് ആവുന്നു. ഐഡന്റിക്കൽ ബോഡീസ് ആവുന്ന സമയത്ത് രണ്ട് ബോഡികൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദെൻ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വലി ഡിവൈഡ് ചെയ്യും. സോ ഇതിലെ ചാർജ് Q1 ഉം ഇതിലെ ചാർജ് Q2 ഉം ആണ്. ഇവ തമ്മിൽ ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബോഡിയിൽ ഉണ്ടാവുന്ന ചാർജ് Q1 + Q2/2 ആയിരിക്കും. ഈക്വലി ഡിവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരണം ചാർജ് ഡെൻസിറ്റി, ലാംഡ. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു യൂണിഫോം ലെങ്ത്, ഒരു ലെങ്ത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ = Q/L, യൂണിറ്റ് കൂളോം പെർ മീറ്റർ. സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സിഗ്മ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, കൂളോം പെർ മീറ്റർ സ്ക്വയർ ഇസ് ദ യൂണിറ്റ്. ദെൻ വോളിയം ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് = കൂളോം പെർ മീറ്റർ ക്യൂബ്. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ആണ്, V എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, S എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. നെക്സ്റ്റ് ഒരു ചോദ്യം, ഇഫ് എ ചാർജ് ഓൺ എ ബോഡി ഈസ് 1 നാനോകൂളം ദെൻ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഓൺ ദ ബോഡി? നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു കൂളോം ചാർജിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 6.25 × 10⁻18 ആണ്. ഒരു കൂളോം ചാർജിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ് മക്കളെ? 6.25 × 10⁻18 ആണ്. അങ്ങനെയാണെങ്കിൽ 1 നാനോകൂളത്തിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു കൂളത്തിൽ 6.25 × 10⁻18 ആണെങ്കിൽ 1 നാനോ എന്ന് പറയുമ്പോൾ 10⁻−9 കൂളോം അല്ലേ? 1 നാനോ കൂളം എന്ന് പറഞ്ഞാൽ 10⁻−9 കൂളം അല്ലേ? നമുക്കറിയാം 10⁻−9 × ഒരു കൂളോമിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് 6.25 × 10⁻18 ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 6.25 × 10⁻18 - 10⁻9 ദാറ്റ് വിൽ ഗിവ് 10⁻18 × 10⁻9 ദാറ്റ് വിൽ ഗിവ് 10⁻9. 6.25 × 10⁻9 വിൽ ബി ദ ആൻസർ. ദെൻ കൂളോംസ് ലോ, രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R ആണ്. അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സൈഡ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫോഴ്സ് നിങ്ങളെ മനസ്സിലേക്ക് വരണം. എന്താണത്? Q1 Q2 എന്നുള്ള രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R ആണ്.
ഈ Q1 എന്നുള്ള ചാർജ് ഈ Q2 എന്നുള്ള ചാർജിന് എന്ത് ചെയ്യും? ഇത് രണ്ടും ലൈക്ക് ചാർജ് ആണെങ്കിൽ, ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ആ പോയിന്റ് ഓടിച്ച് പറയാം. ലൈക്ക് ചാർജ് ആണെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? നിങ്ങൾ മനസ്സിലേക്ക് വരണം. Q1 Q2 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ Q2വിന്റെ മുകളിൽ ഈ Q2വിനെ ഈ Q1 എന്താ ചെയ്യുക? അടുത്തേക്ക് പിടിച്ചു വലിക്കുകയാണോ ചെയ്യുക, അതോ റിപ്പലാണോ ചെയ്യുക? ഓഫ് കോഴ്സ് റിപ്പലാണ് ചെയ്യുക, രണ്ട് ലൈക്ക് ആണെങ്കിൽ. സോ Q1 Q2ന് മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ഇതായിരിക്കും. അതേപോലെ Q2 ഈ Q1ന് എന്ത് ചെയ്യും? Q1നെ ഈ Q2 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ Q1ന്റെ മുകളിൽ Q2 കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും. ഇതാണ് റിപ്പൽഷൻ, രണ്ട് റിപ്പൽസീവ് ഫോഴ്സ് വരിക. ദെൻ Q1 അതേപോലെ തന്നെ ഐ എം കൺസിഡറിങ് Q2 ഈസ് നെഗറ്റീവ്. ഇത് അൺലൈക്ക് ചാർജസ് ആണ്. അൺലൈക്ക് ചാർജസ് ആവുന്ന സമയത്ത് നിങ്ങൾ പറ, Q1ന്റെ മുകളിൽ -Q2 എന്താ ചെയ്യുക? ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. ദാറ്റ് മീൻസ് Q1നെ Q2 അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കും. ദെൻ അതേപോലെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറ, ഈ നെഗറ്റീവ് ചാർജിനെ ഈ Q1 എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജിനെ Q1 ഈസ് എ പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് Q1 എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കും. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഹിയർ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ചാർജിൻ്റെ മുകളിലാണോ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ മുകളിൽ വെക്ടർ ഫോം വരയ്ക്കാൻ വേണ്ടി നന്നായി ശ്രദ്ധിക്കുക. സിംപ്ലി ഞാൻ ഒരു കേസും കൂടി പറയാം. ഇത് Q1, ഇത് Q2, ഇത് -Q3. ഞാൻ പറയുന്നത് നിങ്ങളോട്, ഈ Q2 എന്നുള്ള ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് മാർക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതായത് ഈ Q1 ഈ Q2 Q2 പോസിറ്റീവ് അല്ലേ? അപ്പോൾ Q1 Q2നെ എന്ത് ചെയ്യും? Q1 Q2നെ റിപ്പൽ ചെയ്യും. അപ്പോൾ Q2ന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ. ദിസ് ഇസ് എ റിപ്പൽസീവ് ഫോഴ്സ്. എന്നാ ശ്രദ്ധിക്കണേ എന്താണത്? Q2വിനെ Q1 എന്താ ചെയ്യുക? അട്രാക്ഷൻ ആണോ ചെയ്യുക? അല്ല, റിപ്പൽ ചെയ്യും. ഈ ഡയറക്ഷനിലേക്ക് റിപ്പൽ ചെയ്യും. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ -Q3 അല്ലേ? ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ കണ്ടാൽ എന്താ ചെയ്യുക? അതിൻ്റെ അടുത്തേക്കല്ലേ പിടിച്ചു വലിക്കുക. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജിനെ കണ്ടാൽ എന്താ ചെയ്യുക? അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കും. സോ നിങ്ങൾ നോക്കുക, ഈ ഡയറക്ഷനിലേക്കായിരിക്കും അവിടെ ഫോഴ്സ് ഉണ്ടാവുക. സോ Q2വിനെ Q3 അതിൻ്റെ ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിക്കും. സോ F1ഉം F2ഉം ഒരേ ഡയറക്ഷനിലേക്ക് വരും. ഇങ്ങനെ നിങ്ങൾ നിർബന്ധമായിട്ടും വെക്ടർ ഫോമിൽ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇനി കൂളോംസ് ലോയിലേക്ക് വരാം. എന്താ കൂളോംസ് ലോ? രണ്ട് ചാർജുകൾ Q1 Q2 സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ അവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് മക്കളെ 1/4πε0 Q1 Q2 divided by R². ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ദെൻ ε0ന്റെ ഡയമെൻഷൻ Q1 Q2 divided by R² F AT divided by L² MLT raised to -2. ദാറ്റ് വിൽ ഗിവ് എന്താണ് കിട്ടുക? നിങ്ങൾ പറ, ε0ന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി കൂടെ, ε0 is equal to AT into AT A² T² divided by M into L³ into T raised to -2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ M raised to -1, L raised to -3, T raised to 4, A raised to 2. This is the dimension for ε0. ഇതും ചോദിക്കാം. M raised to -1, L raised to -3, T raised to 4, A raised to 2. Then ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ഈ Q1ന്റെയും Q2ന്റെ ഇടയിൽ ഞാനൊരു മീഡിയം കൊണ്ടുവെക്കുന്നു. Q1ന്റെയും Q2ന്റെ ഇടയിൽ ഒരു മീഡിയം കൊണ്ടുവെക്കുന്ന സമയത്ത് അവിടുത്തെ ഫോഴ്സ് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും. ഈ രണ്ട് ചാർജുകൾ വെച്ചിരിക്കുന്നത് എയർ ഓർ ഫ്രീ സ്പേസ് ആണ്, വാക്വത്തിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് 1/4πε0 നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി 1/4πε0ന്റെ വാല്യൂ 9 × 10⁻⁹ ആണ്. ε0ന്റെ വാല്യൂ 8.85 × 10⁻12 ആണ്. അപ്പോൾ ഒരു ഡയലക്ട്രിക് ഒരു മീഡിയം കൊണ്ടുവയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ രണ്ട് ചാർജുകളുടെ ഇടയിൽ ഉണ്ടായ ഫോഴ്സ് കുറയും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് പുതിയ ഫോഴ്സ് F മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ K എന്ന് പറയാൻ പറ്റും. ഇനി ഈ ചാർജുകളുടെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് മീഡിയം വെക്കുന്നില്ല. എത്ര വെക്കുന്നുള്ളൂ? ഇത്ര ഭാഗം മാത്രമേ K വെക്കുന്നുള്ളൂ. സോ ഞാൻ പറയുകയാണ്, ഈ T തിക്നെസ്സിലാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇത്ര തിക്നെസ്സിൽ മാത്രമേ K വെച്ചിട്ടുള്ളൂ, ഒരു മീഡിയം വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്പേസിലൊക്കെ എന്താണ്? എയർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q1 Q2 divided by R minus T plus T into root K all square. എന്താണ്? R minus T plus T into root K all square. ഇനി ഇവിടെ നോക്ക്, ഈ മീഡിയം കംപ്ലീറ്റ് ആയി വെച്ചിട്ടുണ്ട്. പക്ഷേ രണ്ട് ഡിഫറെൻ്റ് ആളുകളാണ്, രണ്ട് ഡിഫറെൻറ്റ് മീഡിയമാണ് രണ്ട് ചാർജിനിടയിൽ വെച്ചതെങ്കിൽ, ഒന്ന് K1 K2 എന്നുള്ള രണ്ട് മീഡിയങ്ങളാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 divided by R1 root K1 plus R2 root K2. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം R1ഉം ഈ ദൂരം R2ഉം ആണെങ്കിൽ R1 ഡിസ്റ്റൻസിൽ K1 എന്നുള്ള മീഡിയവും R2 ഡിസ്റ്റൻസിൽ K2 എന്നുള്ള മീഡിയം ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1/4πε0 Q1 Q2 divided by R1 root K1 plus R2 root K2 all square. So these are the result. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരണം എന്ത്?
രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് K(Q1Q2)/r². ഒരു മീഡിയം കംപ്ലീറ്റ് ആയി വെക്കുമ്പോൾ ഫോഴ്സ് കുറയും. ഫോഴ്സിന് മീഡിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് എയർ ഡിവൈഡ് ബൈ K. ഇനി മീഡിയം കംപ്ലീറ്റ് ആയി വെക്കുന്നില്ല, ഒരു പാർഷ്യൽ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ആ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ്, ആ വെച്ചിരിക്കുന്ന ഭാഗം T ആണെങ്കിൽ ഇക്വേഷൻ വിൽ ബി R-T+T√K. അതായത് രണ്ട് മീഡിയങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ R1√K1+R2√K2 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ഇക്വേഷൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ നിങ്ങൾ ഇത് ചോദ്യം നോക്കൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജസ് സ്ഫിയേഴ്സ് ഹാവിംഗ് ചാർജസ് 2 × 10⁻⁻⁶ coulomb and 3 × 10⁻⁶ coulomb are placed 30 cm apart in air. നമുക്കറിയാം രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് 1/4πε0 Q1Q2/r². 1/4πε0ന്റെ വാല്യൂ ഇൻ എയർ 9 × 10⁻⁹ ആണ്. Q1 2 × 10⁻⁻6 ആണ്. Q2 3 × 10⁻⁶ ആണ്. ദെൻ ആർ മീൻസ് 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 30 × 10⁻², ഓർ 3 × 10⁻1. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 × 10⁻². ഈ 9ഉം 9ഉം കട്ട് ചെയ്താൽ 2 × 3 6 വരും. 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. 0.6 Newton ഈസ് ദ റൈറ്റ് ആൻസർ. അതേപോലെ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള അടുത്തൊരു ചോദ്യം. Two charges of equal magnitude and at a distance are exert a force F on each other. So രണ്ട് ചാർജുകളും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. ദിസ് ഈസ് Q. ഇവ തമ്മിലുള്ള ദൂരം R ആണെങ്കിൽ അവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് F is equal to K × QQ/r². Then if the charges are halved, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്താൽ F is equal to KQ²/r² എഴുതി കൂടെ. If the charges are halved, distance between them is doubled. ചാർജ് ഹാഫ് ചെയ്തു, ഡിസ്റ്റൻസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് എന്നാ ചോദ്യം. F' is equal to K × ചാർജ് ഹാഫ് ആക്കി Q/2², ഡിസ്റ്റൻസ് ഡബിൾ ആക്കി 2r² ആയി. അടുത്ത സ്റ്റെപ്പിൽ F is equal to KQ²/4r². അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് KQ²/16r² എന്ന് വരും. KQ²/r² എന്ന് പറഞ്ഞാൽ പഴയ ഫോഴ്സ് ആണ്. F/16 എന്ന് കിട്ടും. ആൻസർ വിൽ ബി F/16 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദെൻ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം, അതായത് രണ്ട് ചാർജുകൾ Q1 Q2 എന്നുള്ള രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണ്. ഇവിടെ ഞാൻ മൂന്നാമതൊരു ചാർജിനെ കൊണ്ടുവെക്കുന്നു, ഒരു സ്മോൾ Q എന്നുള്ള ചാർജിനെ കൊണ്ടുവെക്കുമ്പോൾ ഏത് ഡിസ്റ്റൻസിലാണ്, അതായത് ഈ ഒരു ചാർജിൽ നിന്ന് ഏത് ഡിസ്റ്റൻസിലാണ്, അതായത് ഈ Q1 എന്നുള്ള ചാർജിൽ നിന്ന് x1 ഡിസ്റ്റൻസ് അകലെയാണ് ഞാൻ ഈ ഒരു Q എന്നുള്ള ചാർജിനെ കൊണ്ടുവെക്കുന്നെങ്കിൽ ആ Q1 എന്നുള്ള ചാർജിന് മുകളിൽ ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്യാൻ പാടില്ല. അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്യാൻ പാടില്ല. നോക്ക് നിങ്ങൾ, ഈ Q1 എന്നുള്ള ചാർജ് ഈ Qനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, ഇങ്ങോട്ടേക്ക് തള്ളും. ഈ Q2 എന്നുള്ള ചാർജ് ഈ Qനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. സോ ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഫോഴ്സും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ Q1 എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം x1 ആണെങ്കിൽ ഇക്വേഷൻ വിൽ ബി √Q1r / √Q1 + √Q2. ഇനി ഞാൻ പറയാണ് Q2 എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം x2 ആണെങ്കിൽ x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? √Q2 / √Q1 + √Q2 × R. ഇത് രണ്ടും ലൈക്ക് ചാർജ് ആയിരിക്കണം. രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഈ രണ്ട് ലൈക്ക് ചാർജിനിടയിൽ മൂന്നാമതൊരു ചാർജിനെ കൊണ്ടുവെക്കുമ്പോൾ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. രണ്ടും ലൈക്ക് ചാർജസ് ആണെങ്കിൽ എവിടെയാണോ ഇക്വിലിബ്രിയം ഉണ്ടാവുക? ഈ രണ്ട് ചാർജിന്റെ ഇടയിലായിരിക്കും. Q1 എന്നുള്ള ചാർജിനുള്ള ദൂരം x1 = √Q1r / √Q1 + √Q2. Q2 എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം √Q2r / √Q1 + √Q2. ഇനി രണ്ടും പോസിറ്റീവ് അല്ല, രണ്ടും നെഗറ്റീവും അല്ല, ലൈക്ക് അല്ല. അൺലൈക്ക് ആണെങ്കിലോ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. എന്താണത്? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ ആർക്കാണോ മാഗ്നിറ്റ്യൂഡ് കുറവ് അയാൾ എടുത്തായിരിക്കും. നമ്മുടെ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. സോ നെഗറ്റീവ് ചാർജ് ഇതാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് കുറവ്. നോക്കുക, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് Q2 ഈസ് ലെസ് ദാൻ Q1. Q1-നേക്കാറ്റി മാഗ്നിറ്റ്യൂഡ് കുറവ് Q2-നാണെങ്കിൽ Q2-ന്റെ തൊട്ടടുത്തായിരിക്കും പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. ഞാൻ ഈ കൊണ്ടുവെക്കുന്ന മൂന്നാമത്തെ ചാർജ് വെച്ചിരിക്കുന്നത് ഈ Q2 എന്നുള്ള ചാർജിന്റെ അടുത്താണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. നിങ്ങളെ മനസ്സിലേക്ക് വേണ്ട കണക്ഷൻ എന്താ? രണ്ട് അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം, അതായത് മൂന്നാമത്തെ ചാർജ് ഞാൻ കൊണ്ടുവെക്കുക എവിടെയാ? മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിന്റെ അടുത്ത്. ഇവിടെ Q2-ന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായതുകൊണ്ട് ഇവിടെ നിങ്ങോട്ടേക്കുള്ള ദൂരം x ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? x is equal to √Q2r / √Q1 - √Q2 എന്ന് പറഞ്ഞു പഠിക്കടാ. x is equal to √Q2r / √Q1 - √Q2 എന്ന രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രിക് ഫീൽഡ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഒരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റുമുണ്ടാവുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഒരു Q എന്നുള്ളൊരു ചാർജ് ഉണ്ട്, ഈ ചാർജ് ചുറ്റുമുണ്ടാവുന്ന ഒരു സ്പേസ് ആണ് ഇതെന്ന് വിചാരിക്കൂ. ഇവിടേക്ക് ഞാൻ വേറൊരു ചാർജിനെ കൊണ്ടുവരുന്നു. ഇവിടെ ഈ ഒരു വേറൊരു Q0 എന്നുള്ള ചാർജിനെ കൊണ്ടുവരുന്നു. ഈ Q0 എന്നുള്ള ചാർജിനെ ഞാൻ ഇയാളെ ഫീൽഡിൽ കൊണ്ടുവച്ചപ്പോൾ
Q0 എന്നുള്ള ചാർജിനെ ഞാൻ ഇയാളെ ഫീൽഡിൽ കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഇയാൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. ഈ Q എന്നുള്ള ചാർജ് ഈ Q0 മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ കൊണ്ടുവന്ന ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഈസ് ഈക്വൽ ടു F/Q0. ഓർ നിങ്ങൾ പഠിക്കേണ്ട അനദർ റിസൾട്ട് ഉണ്ട്. Q എന്നുള്ള ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ് Q എന്നുള്ള ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര വെച്ച് നിങ്ങൾ പറയണം? KQ ഡിവൈഡഡ് ബൈ R². ഒന്നെങ്കിൽ ഈ റിലേഷനോ അല്ലെങ്കിൽ ഈ റിലേഷനോ ഉപയോഗിക്കാം. Q Q0 എന്നുള്ളൊരു ചെറിയ ചാർജിനെ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുവച്ചപ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. ആ ഫോഴ്സ് ഡിവൈഡ് ബൈ കൊണ്ടുവച്ച ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അല്ലെങ്കിൽ സോഴ്സ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം R ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആണ് KQ ഡിവൈഡ് ബൈ R². ദിസ് ഇസ് ദ റിലേഷൻ KQ ബൈ R². K എന്ന് പറഞ്ഞാൽ 1/4πε0. അപ്പോൾ E ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ R² ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് R തമ്മിലുള്ള ഗ്രാഫ് വിൽ ബി ദിസ് ഷേപ്പ്. യെസ്, ക്ലിയർ ആണല്ലോ. ദെൻ നോക്കൂ, equal charges Q. Each are placed at the vertices A and B of an equilateral triangle of ABC of side A. അതായത് ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. 3 ചാർജുകളല്ല, ABC ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. ഈക്വൽ ചാർജസ് Q ഈച്ച് ആർ പ്ലേസ് അറ്റ് ദ വേർട്ടിസസ് A and B. എയിലും ബിയിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? Q എന്നുള്ള 2 ചാർജിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് പോയിന്റ് സിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ചോദ്യം. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരണം, നിങ്ങളോട് ചോദിക്കുകയാണ് Q എന്നുള്ള ചാർജിൽ നിന്ന്, ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്, Q എന്നുള്ള ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഫീൽഡ് എന്തായിരിക്കും? എവേ ആയിരിക്കും. ഇനി നെഗറ്റീവ് ചാർജ് ആണ് നിങ്ങളോട് കൺസിഡർ ചെയ്യാൻ പറയുന്നത്. ഈ നെഗറ്റീവ് ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഫീൽഡ് എന്തായിരിക്കും? ടുവാർഡ്സ് ആയിരിക്കും. ടുവാർഡ്സ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിന് ഫീൽഡ് എവേ ആയിരിക്കും, നെഗറ്റീവ് ചാർജിന് ഫീൽഡ് ടുവാർഡ്സ് ആയിരിക്കും. അത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നോക്ക്, ഇത് പോസിറ്റീവ് ചാർജാണ്, ഇതിന്റെ ഫീൽഡ് എങ്ങോട്ടേക്കാ? എവേ ആയിരിക്കും. ഇതിന്റെ ഫീൽഡ് എവേ ആയിരിക്കും. ഇതും പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടുത്തെ ഫീൽഡ് എന്തായിരിക്കും? ഇതും എവേ ആയിരിക്കും. ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയാ? 60. ഇതും എത്രയായിരിക്കും? 60. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സി എന്താ വരിക? KQ ഡിവൈഡ് ബൈ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആവുന്ന സമയത്ത് എല്ലാവരുടെയും സൈഡ് സെയിം അല്ലേ വരിക? A² വരും. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സി ബൈ ദിസ് ചാർജ്, ഈ ഒരു Q ഈ പോയിന്റിലേക്കുള്ള ദൂരം A ആണ്. സോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് KQ ബൈ A². അതേപോലെ നിങ്ങൾ നോക്ക്, ബി എന്നുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന ചാർജ് ഉണ്ടാക്കുന്നതോ അത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും K, അതിനെ E1 കൊടുക്കാം, ഇത് E2 കൊടുക്കുകയാണെങ്കിൽ KQ ഡിവൈഡ് ബൈ ഈ ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം A തന്നെ അല്ലേ? അപ്പോൾ KQ ഡിവൈഡ് ബൈ A². അപ്പോൾ നിങ്ങൾ നോക്കൂ, E1ഉം E2ഉം ഈക്വൽ അല്ലേ? E1ഉം E2ഉം ഈക്വൽ അല്ലേ? രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് റിസൾട്ടന്റ്? രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി √3E. സോ നമുക്ക് പറയാൻ പറ്റും √3 ഇൻറ്റു KQ ഡിവൈഡ് ബൈ A². √3 ഇൻറ്റു KQ ബൈ A². K മീൻസ് 1/4πε0. സോ ദിസ് ഇസ് ദ ലോജിക്. ഒരു പോസിറ്റീവ് ചാർജിൽ നിങ്ങളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഫീൽഡ് എവേ ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ചാർജിലേക്കായിരിക്കും, ടുവാർഡ്സ് ആയിരിക്കും. ദെൻ ഈ രണ്ട് ഫീൽഡും ഈക്വൽ ആയതുകൊണ്ട്, വാല്യൂ വെച്ച് ഈക്വൽ ആയതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഇഫ് 2 ഈക്വൽ വെക്ടേഴ്സ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ √3 ടൈംസ് ആയിരിക്കുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അതാണ് ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. E1ഉം E2ഉം തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ജനറൽ റൂളാണ് √(E1² + E2² + 2E1 E2 cos θ). രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ E1 + E2, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ E1 - E2. ഇനി ഇത് മൂന്നും ഈക്വൽ ആവുകയാണെങ്കിൽ ഇവിടെ E1 E2 cos 60 ആകുമ്പോൾ cos 60 1/2 ആകുമ്പോൾ 1/2 2 കട്ട് ചെയ്താൽ E1 E2 വരും. ഇനി ഇതൊക്കെ ഈക്വൽ ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി √3E. 90 ഡിഗ്രി ആണ് √2E. 120 ഡിഗ്രി ആണെങ്കിൽ E തന്നെയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദെൻ അതിൻ്റെ ന്യൂട്രൽ പോയിന്റ് ഉണ്ട്, അതും സെയിം ഐഡിയ തന്നെ. നമ്മൾ നേരത്തെ എഴുതിയ ഫോഴ്സ്, മൂന്നാമതൊരു ചാർജിനെ കൊണ്ടുവെക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് 0 ആവുന്ന സിറ്റുവേഷൻ എന്താണോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുക. ലൈക്ക് ചാർജസിന്റെ ഇടയിലായിരിക്കും ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവുക. അൺലൈക്ക് ചാർജിന്റെ എവിടെയായിരിക്കും ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവുക? ക്ലോസർ ടു മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആൾ. മാഗ്നിറ്റ്യൂഡ് കുറവ് ഇവിടെ Q2 ആയിരിക്കും, കാരണം ഇവിടെയാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വരണം, Q2ന്റെ മാഗ്നിറ്റ്യൂഡ് Q1ന്റെ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. കാരണം എന്താ? കാരണം മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെടുത്തായിരിക്കും പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ടാവുക ഇൻ അൺലൈക്ക് ചാർജസ്. സോ Q2 ലെസ് ദാൻ Q1 ആയിരിക്കും. സോ X is equal to √Q2R divided by √Q1 minus √Q2. ഇത് X1ലേക്കുള്ള ദൂരം √Q1R divided by √Q1 plus √Q2. X2 √Q2R divided by √Q1 plus √Q2. എന്താണ് X1 X2? നിങ്ങളെ മനസ്സിലേക്ക് വരട്ടെ, എന്താണ് അത്? ദിസ് ഇസ് Q1, ദിസ് ഇസ് Q2.
പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ലൈക്ക് ചാർജസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. Q1 നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് x1 എങ്കിൽ x1ന്റെ ഇക്വേഷൻ ആണ് ഇത്. Q2 നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം x2 ആണെങ്കിൽ x2ന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇനി Q1ഉം Q2ഉം അൺലൈക്ക് ആണെങ്കിൽ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ഔട്ട്സൈഡ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളെടുത്തായിരിക്കും. ദെൻ അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്. ഈ ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ. 2 point charges plus 8q and minus 2q are located at x is equal to 0 and x is equal to L. ഇവിടെ x is equal to 0 ആണ്, ഇത് x is equal to L ആണ്. ഇത് 8q ആണ്, ഇത് -2q ആണ്. ഒരാൾ അൺലൈക്ക് ചാർജസാണ്. അൺലൈക്ക് ചാർജസ് ആവുന്ന സമയത്ത് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയത്? മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആ പോയിന്റിലേക്കുള്ള ദൂരം -2q നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം x ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിന് എടുത്തായിരിക്കും. സോ ആ x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √Q2 r ഡിവൈഡഡ് ബൈ √Q1 മൈനസ് √Q2. നിങ്ങൾ പറ. √Q2 എന്ന് പറയുമ്പോൾ √2q ഇൻറ്റു r. r എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം L ആണ്. സോ √2q ഇൻറ്റു L ഡിവൈഡഡ് ബൈ √8q മൈനസ് √2q എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ √2q ഇൻറ്റു L ഡിവൈഡ് ബൈ √8q എനിക്ക് എന്ത് ചെയ്താം? 2√2q എന്ന് എഴുതി കൂടെ, മൈനസ് √2q എന്ന് എഴുതി കൂടെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ √2q കോമൺ ആക്കി എടുത്താൽ ഇവിടെ 2 - 1 എന്നുണ്ടാവും. ഈ √2q കട്ട് ചെയ്താൽ L ഡിവൈഡ് ബൈ 2 - 1 ആൻസർ വിൽ ബി L എന്ന് വരും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം L ആണെന്ന് മനസ്സിലായി. അതേപോലെ 8q നിന്ന് ആ -2q ദൂരം L ആണ്. ചോദ്യം എന്താ? The location of a point on the x-axis at which the net electric field due to this 2 point charge is 0. x-axis നിന്ന് ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ്. ഈ -2q നിന്ന് അങ്ങോട്ടേക്കുള്ള ദൂരമാണ് L നമ്മൾ കണ്ടുപിടിച്ചത്. ഈ 0ൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം L ആയതുകൊണ്ട് L + L will be 2L ആയിരിക്കും. L + L will be 2L ആയിരിക്കും. ദിസ് ഇസ് ദ ലോജിക്. സോ കാൽക്കുലേഷൻ നിങ്ങൾ സ്പീഡിൽ തന്നെ ചെയ്ത് പഠിക്കണം. ഓക്കെ. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻ, അതായത് electric field lines start from positive and end on negative. Two electric field lines never intersect each other because the point of intersection there will be two direction. അത് പോസിബിൾ അല്ല. സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. കൂടുതൽ ഫീൽഡ് ലൈൻസ് കൂടുതൽ എവിടെയാണുള്ളത് അവിടെ സ്ട്രെങ്ത് കൂടുതലും, ഫീൽഡ് ലൈൻസ് കുറവുള്ളിടത്ത് സ്ട്രെങ്ത് കുറവുമായിരിക്കും. ദെൻ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ്. ഈ രണ്ട് ഫിഗർ നോക്കുമ്പോൾ ഇതിൽ ആർക്കാണ് ചാർജ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും ചാർജ് കൂടുതൽ. ദെൻ എപ്പോഴും ഓർത്ത് വെക്കുക, പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എപ്പോഴും റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും മക്കളെ? റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. ദെൻ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് കണക്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് എ എന്നുള്ളത് പോസിറ്റീവ് ചാർജും ബി എന്നുള്ളത് നെഗറ്റീവ് ചാർജും ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനത്തെ സാധനം പഠിക്കുന്നത്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്നു. റൈറ്റ്. നോക്ക് നിങ്ങൾ, എയിൽ നിന്ന് ബിയിലേക്ക് ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്നു. ഇത് പോസിറ്റീവ് ആകുമ്പോൾ എവേ ആയിരിക്കും, നെഗറ്റീവ് ആകുമ്പോൾ ടുവാർഡ്സ് ആയിരിക്കും. സോ ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഫിഗറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എയിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. എയിൽ നിന്ന് ബി ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇത്. ബിയിലേക്ക് ഫീൽഡ് ലൈൻസ് വരുന്നതാ, ബിയിലേക്ക് ഫീൽഡ് ലൈൻസ് അതിൻ്റെ അടുത്തേക്ക് ഫീൽഡ് ലൈൻസ് വരുന്ന സിറ്റുവേഷൻ ആണ് ഇത്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഫിഗർ കാണുമ്പോൾ എ പോസിറ്റീവും ബി നെഗറ്റീവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇനി ചോദ്യം എ ഈസ് പോസിറ്റീവ് ആൻഡ് ബി ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് both are positive, both are negative, A is negative, B is positive. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഇതിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയാൻ കാരണം എന്താ മക്കളെ? ബിക്കോസ് ഈ എ എന്നുള്ള ചാർജിന്റെ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടുതലാണ്. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 ഫീൽഡ് ലൈൻസ് എക്ക് ചുറ്റുമുണ്ട്. ബിക്ക് ചുറ്റും 7 ഫീൽഡ് ലൈൻസേ ഉള്ളൂ. അതുകൊണ്ട് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടുതൽ ആർക്കാണോ അവർക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ബിക്ക് സ്ട്രെങ്ത് കുറവായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈൻ. ദെൻ ചാർജ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങൾ ഒരു ചാർജ് പാർട്ടിക്കിളിനെ കൊണ്ടുവെക്കുമ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യും. കൊണ്ടുവച്ചിരിക്കുന്നത് ഇത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. കൊണ്ടുവച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. F is equal to QE. ആ ഫോഴ്സ് കാരണം അതിനൊരു ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ is equal to QE divided by M. സോ ടി സമയത്തേക്ക് ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ QE by M into T ആയിരിക്കും.
എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി, അതായത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax, എക്സ് ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ QE ഡിവൈഡ് ബൈ എം ഇൻറ്റു എക്സ് വരും. സോ വി is equal root of 2QE ബൈ എം ഇൻറ്റു എക്സ് വരും. ദെൻ ഈ വെലോസിറ്റി കറസ്പോണ്ടിങ് ആയുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയറിൽ അവിടെ ഹാഫ് എം വിക്ക് എന്ത് കൊടുക്കാം, ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ എം സ്ക്വയർ. എം കട്ട് ചെയ്താൽ ടി ടൈം കൊണ്ട് കവർ ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണെന്ത്, ഈ ഇക്വേഷൻ. ആഫ്റ്റർ ടി ടൈം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ് ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ 2m. ആഫ്റ്റർ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിക്കും കൂടി ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് റിസൾട്ടും പഠിക്കണം. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിസൾട്ട്? ഒരു ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചപ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്തു. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അലോങ് ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും ആയിരിക്കും വിത്ത് ആൻ ആക്സിലറേഷൻ QE ബൈ എം. ടി സമയത്തിന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി is equal to u പ്ലസ് AT. ഇവിടെ u0 ആയതുകൊണ്ട് AT എന്ന് പറഞ്ഞാൽ QE ബൈ എം ഇൻറ്റു ടി. അപ്പോൾ ടി സമയത്തിന് ശേഷം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഇതാണ് ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ 2m. ഇനി ഈ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ റൂട്ട് ഓഫ് 2ax, എക്ക് എന്ത് കൊടുക്കുക, QE ബൈ എം. ദെൻ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. വി സ്ക്വയർ 2ax, 2 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എം ഇൻറ്റു QE ബൈ എം ഇൻറ്റു എക്സ് വരും. ആക്സിലറേഷന് QE ബൈ എം കൊടുക്കുക. സോ ആൻസർ വിൽ ഗീവ് QEx. എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനു ശേഷം ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി QEx ആണ്. ടി സമയം ട്രാവൽ ചെയ്താൽ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ 2m ആണ്. ദെൻ ഇനി ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിലോ, ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. വെർട്ടിക്കൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി u തന്നെയായിരിക്കും. u വെലോസിറ്റിയാണ് അത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ, ബിക്കോസ് ആക്സിലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ 0 ആണ്. ദെൻ ഫൈനൽ വെലോസിറ്റി u ഇനീഷ്യൽ വെലോസിറ്റി അലോങ് y ആക്സിസ് 0 ആയിരിക്കും. പക്ഷേ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ് വരിക, ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്കല്ലേ ആക്സിലറേഷൻ വരിക. സോ Vy എന്ന് പറഞ്ഞാൽ QE ബൈ എം ഇൻറ്റു ടി ആയിരിക്കും. സോ റിസൾട്ടൻറ്റ് വെലോസിറ്റി വിൽ ബി റൂട്ട് ഓഫ് Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ. അതാണ് ഇവിടെ u സ്ക്വയർ പ്ലസ് QE ബൈ എം ഇൻറ്റു ടി ഹോൾ സ്ക്വയർ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജ് പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിക്കും. ഇത് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് വിത്ത് ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. പക്ഷെ അതിനെ മുകളിലേക്ക് പിടിച്ച് വലിച്ച് ഇതൊരു എങ്ങനെ ഒരു ഷേപ്പിലേക്ക്, ഒരു പരാബോളിക് ഷേപ്പിലേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, സോ അതുമായി ബന്ധപ്പെടുന്ന ചോദ്യമാണത്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് എം ആൻഡ് ചാർജ് Q is released from rest in an electric field of constant magnitude E. The kinetic energy of the particle after T time. ആഫ്റ്റർ ടി ടൈം ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. A particle of mass m and charge q is placed at rest in a uniform electric field E and then released. The velocity attained by the particle after moving a distance y. അപ്പോൾ നമുക്കറിയാം v ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റി 2ay, എക്സിന് പകരം y കൊടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് 2QE ബൈ എം ഇൻറ്റു y എന്ന് വരും. സോ v is equal റൂട്ട് ഓഫ് 2QEy ഡിവൈഡ് ബൈ em. ദെൻ ഒരു ചാർജ്ഡ് പെൻഡുലം ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കും പെൻഡുലത്തിലെ ചാർജ് Q mg അതിൻ്റെ വെയിറ്റ് താഴത്തേക്കുമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π റൂട്ട് ഓഫ് L ഡിവൈഡ് ബൈ G മൈനസ് QE ബൈ എം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും അതിൻ്റെ വെയിറ്റും ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ T is equal to 2π റൂട്ട് ഓഫ് L ബൈ G പ്ലസ് QE ബൈ എം ആയിരിക്കും. ഇവിടെ ടൈം ഇൻക്രീസ് ആണെങ്കിൽ ഇവിടെ ടൈം ഡിക്രീസ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന G എഫക്റ്റീവ്. സോ G എഫക്റ്റീവ് വിൽ ബി റൂട്ട് ഓഫ് G സ്ക്വയർ പ്ലസ് Q സ്ക്വയർ QE ബൈ എം ഹോൾ സ്ക്വയർ എന്ന് എടുക്കണം കേട്ടോ. QE ബൈ എം ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്യണം. സോ G സ്ക്വയറും QE ബൈ എം ഹോൾ സ്ക്വയറും അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന G എഫക്റ്റീവ് എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എന്താ മക്കളെ, ഇലക്ട്രിക് ഫ്ലക്സ്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? മാക്സിമം നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഫോർ എ phi is equal to integral E dot ds cos theta. Gauss law is equal to phi is equal to q by epsilon 0 or closed integral E dot ds cos theta. സീറോ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നെറ്റ് ചാർജ് 0 ആണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരു ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസിലെ നെറ്റ് ചാർജ് 0 ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ ഡയറക്റ്റ് ചോദ്യം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ദാറ്റ് 2i plus 3j plus k cap where area is given that 10i cap. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E ഡോട്ട് എ. ഡോട്ട് എടുക്കുന്ന സമയത്ത് 2ഉം 10ഉം ഡോട്ട് എടുക്കുന്ന സമയത്ത് 20 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ദെൻ ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഡയറക്റ്റ് ചോദ്യം. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വേറെ റിലേഷനാണ്. ഒരു ചാർജ് Q എന്നുള്ള ചാർജ്, ഒരു ചാർജ് നോ ചാർജ് ഇൻസൈഡ്,
ഒരു ക്യൂബിൻ്റെ അകത്ത് ഒരു ചാർജും വെക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് 0 ആയിരിക്കും. ചാർജ് ഉണ്ടെങ്കിലേ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. ചാർജ് പ്ലേസ് അറ്റ് ദ സെൻറ്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് Q/ε0. അപ്പം 6 സൈഡുകൾ ചേർന്നിട്ടാണ് ക്യൂബ്. അപ്പോൾ ഒരു സൈഡിലൂടെ പോകുന്നത് Q/6ε0 ആയിരിക്കും. ദെൻ ഫേസിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 2 ക്യൂബ് വേണം ശരിക്കും ഇത് ക്ലോസ് ചെയ്യാൻ. അപ്പം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് Q/2ε0 ആയിരിക്കും. കോർണറിലാണെങ്കിൽ 8ε0 ആയിരിക്കും. ഒരു ഫേസിൽ Q/24ε0 ആയിരിക്കും. എഡ്ജിലാണെങ്കിൽ, അതായത് ഒരു ക്യൂബിൻ്റെ എഡ്ജിലാണ് നിങ്ങൾ ചാർജ് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫ്ലക്സ് Q/4ε0 ആയിരിക്കും. ഒരു ഫേസിലൂടെ പോകുന്നത് Q/16ε0 ആയിരിക്കും. ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ്, അതായത് കർവ്ഡ് സർഫസ് ആവുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എഫക്റ്റീവ് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കർവ്ഡ് സർഫസിൻ്റെയും, അതായത് ഈ 2 എൻഡിലുള്ള സർഫസിൻ്റെയും ഈ കർവ് സർഫസിൻ്റെയും ടോട്ടൽ സം ആയിരിക്കും. അതുകൊണ്ടാണ് ടോട്ടൽ ഫ്ലക്സ് എഫക്റ്റീവ് എന്ന് ഇരിക്കുന്നത്. ഫ്ലക്സ് കർവ്, ഈ കർവിൻ്റെ ഫ്ലക്സും അതേപോലെ 2 എൻഡിൽ ഉണ്ടാവുന്ന ക്രോസ് സെക്ഷൻ്റെ ഫ്ലക്സും കൂടി ആഡ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് കോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. പോയിന്റ് ചാർജ് ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് KQ/R² ആണ്. മെറ്റാലിക് സ്ഫിയർ, ഹോളോ സ്ഫിയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, സർഫസിൽ KQ/R², ഔട്ട്സൈഡ് KQ/R², ഇൻസൈഡ് 0 ആയിരിക്കും. സോ അതിൻ്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെറ്റാലിക് സ്ഫിയറിൻ്റെ ഗ്രാഫ് സ്റ്റാർട്ടിങ് ഫ്രം സർഫസ് ആയിരിക്കും. സർഫസിൽ ഫീൽഡ് മാക്സിമം ആണ്, പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ സർഫസിലും ഔട്ട്സൈഡും KQ/R² തന്നെ, പക്ഷേ ഇൻസൈഡ് ഇക്വേഷൻ KQ/R/R³ ആണ്. അതായത് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ r ആണ്. സോ സെൻറ്ററിൽ നിന്ന് സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്. ദെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ ഓഫ് റേഡിയസ് r ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് സെൻറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി ബൈ. യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ എന്ന് പറയുമ്പോൾ അത് നോൺ കണ്ടക്റ്റിംഗ് ആണ്, സോളിഡ് സ്ഫിയർ ആണ്. അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഫൈനൈറ്റ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഫൈനൈറ്റ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 2k λ/r × sin θ/2. അതായത് ഇത്ര ലെങ്ത് ഉള്ള ചാർജ്, അതായത് L ലെങ്ത് ഉള്ള ഒരു വയറുണ്ട്, അതിൽ ചാർജ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 എൻഡുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സീക്വൽ 2k λ × sin θ/2. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഫോർ ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ 2k λ/r. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഫിനിറ്റ്ലി ലോങ് വയറിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് P ഉണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 2k λ/r, വേർ kൻ്റെ വാല്യൂ 1/4πε0 λ/r. കട്ട് ചെയ്താൽ λ/2πε0r എന്നുള്ള റിലേഷൻ കിട്ടും. ഇൻഫിനിറ്റ്ലി ലോങ് വയറിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ λ/2πε0r. യെസ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഒരു സർക്കുലർ റിംഗ് ഓഫ് ചാർജ്. സർക്കുലർ റിംഗിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഒരു റിംഗിൻ്റെ സെൻറ്ററിൽ നിന്ന് x ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ റിംഗ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 qx/a² + x² (3/2). x², a means r ആണ് ഉദ്ദേശിച്ചത്, r² + x² (3/2). For large distance we can say that r can be neglected. So equation will be 1/4πε0 q/x². So ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക x = r/√2 ആയിരിക്കും. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 4 ചോദ്യങ്ങൾ വരും. അതിൽ നിന്ന് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരും. ആ 2 ചോദ്യങ്ങൾ കവർ ചെയ്യാനുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും ആവശ്യമുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. സോ സീ യു ഓൾ, ബൈ.